നമ്മൾ പാലക്കാട്ടുകാർ പല സ്ഥലങ്ങളായി പല തവണയായി ഈ ആർട്ട് വർക്ക് കണ്ടിട്ടുണ്ടാവും. ഇത് ആരായിരിക്കും വരച്ചിട്ടുണ്ടാവുക? ഇത് ആരായിരിക്കും? ഇതും ആരായിരിക്കും ചെയ്തിട്ടുണ്ടാവുക? ഇവിടെ മാത്രമല്ല ടോണി, അംഗനവാടികള്, പാലക്കാട് റെയിൽവേ സ്റ്റേഷൻ ഉൾപ്പെടെ പല ഏരിയയിൽ വിളി ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്താണ് ഏതാണെന്നൊക്കെ അറിഞ്ഞിട്ട് വരാം. അപ്പൊ നമ്മൾ ഈ ആർട്ടൊക്കെ ചെയ്ത പിള്ളേരെ കണ്ടുപിടിച്ചിട്ടുണ്ട് എന്നല്ലേ, ആറ്റംസ് കോളേജ് ഓഫ് മീഡിയ ആൻഡ് ടെക്നോളജി. വാ നോക്കിയിട്ട് വരാം. മലയെറിഞ്ഞ് തെങ്ങ് ചെത്തണ സ്പൈഡർമാൻ, കുടുംബസമേതമായി കേരളത്തിൽ വന്ന മിക്കി മൗസ്, ആലപ്പുറത്തിരിക്കുന്ന കുട്ടൂസനും ഡാഗിനിയും, കൂടെ ലുട്ടാപ്പിയും, ബാർബർ ബാലനായി ടോം ആൻഡ് ജെറി, സ്പൈക്ക് തലയുള്ള മായാവി, കളരി വിദ്വാനായ കുൻഫു പാണ്ട, അങ്ങനെ ഒട്ടനവധി വെറൈറ്റി ആർട്ട് വർക്ക് ആണ് ഇവരൊക്കെ വരച്ചു വെച്ചിരിക്കുന്നത്. തലതിരിഞ്ഞ പിള്ളേരാണ് ആറ്റംസിന്റെ ആവശ്യം. എങ്ങനെയുണ്ട്? ഞങ്ങളെയാണ് പറയുന്നത്, മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമായി ചിന്തിക്കുന്നതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ക്രിയേറ്റിവിറ്റി ഫോളോ ചെയ്യുന്നതുകൊണ്ടാണ് ഞങ്ങൾ തലതിരിഞ്ഞ പിള്ളേർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പാഷനെ പ്രൊഫഷണൽ ആക്കുന്നത് കൊണ്ടാണ് ഞങ്ങളെ തലതിരിഞ്ഞ പിള്ളേരെന്ന് പറയുന്നത്. ഇവിടെ ഒരു അത്ഭുതകരമായിട്ട് ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയോ? ഇവിടുത്തെ സ്റ്റുഡൻസ് തന്നെയാണ് ഇവിടുത്തെ ഫാക്കൽറ്റീനെ ഇന്റർവ്യൂ ചെയ്യുന്നത്. എന്താ സംഭവം എന്നാണ് അറിയില്ല. വരെ നോക്കാം. ഇവിടെ ആദ്യത്തെ 2 റൗണ്ട് ഞങ്ങളാണ് ഇന്റർവ്യൂ ചെയ്യുക. ഞങ്ങൾ കംഫർട്ട്നെസ് നോക്കിയിട്ടാണ് ഇവിടെ ഫാക്കൽറ്റീസിനെ തെരഞ്ഞെടുക്കുക. ഞങ്ങൾക്കാണ് ക്ലാസ് എടുക്കുന്നത്, സോ ഞങ്ങളാണ് ഫാക്കൽറ്റീസിനെ തെരഞ്ഞെടുക്കുന്നത്. ഇവിടെ ആർട്ട് മാത്രമല്ല, AI ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉൾപ്പെടെ 30-ൽ പരം കോഴ്സുകളാണ് ഇവിടെ ഉള്ളത്. ഈ കോളേജ് എവിടെ അറിയാം? നമുക്ക് നമ്മൾ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിന്റെ അടുത്ത് കുന്നത്തുറുമേട് പോകുന്ന വാലിപ്പറമ്പ് റോഡ് ടോണി. അപ്പൊ എങ്ങനെ, ഉഷാറല്ലേ?